കേരളത്തിന്റെ മനം പിടിച്ച അറിയപ്പെട്ട കണ്ണൂരിലെ പാട്ടുകാരനാണ്. നമുക്കൊക്കെ അറിയാം, അഫ്സൽ എന്ന് പറയുന്ന ആ സുഹൃത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഫയാസ് ഒരു അനുഗ്രഹീത ഗായകൻ, അതുപോലെയുള്ള ആളുകൾ നമ്മുടെ വേദിയിൽ വിഷ്വൽ നൈറ്റിൽ അവതരിപ്പിക്കും. അതുകൊണ്ട് എല്ലാവരും അതെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം മാത്രമേ പോകാവൂ എന്നാദ്യമായി നിങ്ങൾ ഉറപ്പെടുത്തുകയാണ്. എത്തിന്നിട്ട് കുഴപ്പമൊന്നുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാണല്ലോ പാടുന്നത്. ഒരിക്കലും അത് വെറുതെയാവുകയില്ല. ഈ സദസ്സ് ഒരിക്കലും അല്ലാഹു തആല നമുക്ക് വെറുതെയാക്കുകയില്ല. ഇതിന്റെ പ്രതിഫലം നമുക്ക് അല്ലാഹു തആല നമുക്ക് പൂർത്തിയാക്കി നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വല്ല അദബുകേടുകളും വന്നുപോയെങ്കിൽ അല്ലാഹു തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ബുറുദയുടെ അല്ലെങ്കിൽ ഹദീസ് തുടങ്ങി നബിതങ്ങളോട് ബന്ധമുള്ള എല്ലാറ്റിന്റെയും അദബ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരും മറ്റുമൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമാണ് സൂക്ഷിച്ച് പെരുമാറാറുള്ളത്. നമ്മുടെ വിവരക്കുറവ് കൊണ്ട് നമ്മിൽ നിന്ന് പലപ്പോഴും അദബുകേടുകളും വന്നു പോകുന്നു. അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. നമുക്ക് കേട്ട ചരിത്രമാണല്ലോ ഒരു മഹാൻ. അദ്ദേഹം ഹദീസിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സദസ്സിൽ നിന്നൊരു വ്യക്തി ചിരിച്ചപ്പോൾ അത് അദ്ദേഹം ദേഷ്യത്തോടെ എണീറ്റ് പോവുകയാണ്. അദ്ദേഹം പറയുന്നത്, നബിതങ്ങളുടെ സദസ്സിൽ ചിരിക്കുകയോ കളിക്കുകയോ അതൊരിക്കലും പാടില്ല. നബിതങ്ങളുടെ സദസ്സ് എന്ന് പറയുന്നത് നബിതങ്ങളുടെ മുമ്പിലുള്ള സദസ്സ് മാത്രമല്ല, നബിതങ്ങളുടെ മദ്ഹ് പറയുന്ന സദസ്സ്, നബിതങ്ങളുടെ ഹദീസ് ക്ലാസ് എടുക്കുന്ന സദസ്സ്, അതെല്ലാം നബിതങ്ങളുടെ സദസ്സാണ്. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് പണ്ഡിതന്മാർ ഈ രൂപത്തിൽ പറയാറുണ്ട്. നബിതങ്ങളുടെ ഹളറത്തിൽ വെച്ച് ആ സന്നിധിയിൽ വെച്ച് ശബ്ദമുണ്ടാകാൻ പാടില്ല എന്ന് ഖുർആൻ പറയുമ്പോൾ അത് നബിതങ്ങളുടെ സദസ്സ് മാത്രമല്ല, നബിതങ്ങളോട് ബന്ധമുള്ള എല്ലാ സദസ്സിനും ആ പറയുന്ന വാചകം, ആ വാക്ക് അത് എല്ലാ സദസ്സുകൾക്കും ബാധകമാണ് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ബുറുദയുടെ സദസ്സ്, അതുപോലെ നബിതങ്ങളുടെ മദ്ഹ് പറയുന്ന സദസ്സ്, അവിടെയും നമുക്ക് നമ്മുടെ വിവരക്കുറവ് കൊണ്ട് ഒരു പക്ഷേ നാം എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് എണീറ്റ് പോകുന്നു, കടന്നു വരുന്നു, ഇരിക്കുന്നു, കിടക്കുന്നു, ഉറങ്ങുന്നു. നമ്മുടെ വിവരക്കുറവാണ്. അല്ലാഹു തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഇത്തരം അദബുകളൊക്കെ പാലിച്ചുകൊണ്ട് ബുറുദ ചൊല്ലാനും ഇത്തരം സദസ്സുകളിൽ പങ്കെടുക്കാനും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ചൊല്ലുന്ന ബുറുദയുടെ ബറക്കത്ത് കൊണ്ട് അതൊരിക്കലും നമ്മിൽ നിന്ന് തട്ടിപ്പോവുകയില്ല എന്ന് നമുക്കറിയാം. നബിതങ്ങളുടെ മദ്ഹ് പാടുന്നതും പറയുന്നതും അത് മനസ്സിന് ഇഖ്ലാസ് ഇല്ലാതെ ചെയ്യുന്ന അമലാണെങ്കിൽ പോലും നമ്മിൽ നിന്ന് അല്ലാഹു തആല കബൂൽ ചെയ്യുന്നു. ആ അമലിന്റെ ബറക്കത്ത് കൊണ്ട് ഇത്തരം അദബുകേടുകൾ നമ്മിൽ നിന്ന് വന്നുപോയെങ്കിൽ അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. എല്ലാവരെയും അല്ലാഹു തആല നന്നാക്കി തരുമാറാകട്ടെ. എല്ലാവരും ഉറക്കെ യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും أشرق البدر علينا فاقتفت منه البدور مثل حسنك ما رأينا قط يا واجب سروري يا نبي سلام عليكم يا رسول
मदद या रसूल अल्लाह या इमाम अल क़िबलतैनी या हबीब अल्लाह मरहबा या नूर ऐनी मरहबा जदल हुसैनी मरहबा अगलम बसइला या रसूल अल्लाह मरहबा या खैर दाई या हबीब अल्लाह मन रआ वजहक यसअ या करीम الوالدैनि अब्दुक साबिर मुबरद या रसूल अल्लाह बिरदना यौम النشور या हबीब अल्लाह मरहबा या नूर ऐनी मरहबा जदल हुसैनी मरहबा अगला बसइला या रसूल अल्लाह मरहबा या खैर दाई या हबीब अल्लाह ما رأينا العيسى حنت في السراء إلا إليك والغمام قد أظلت يا رسول الله والملا صلوا عليك يا حبيب الله مرحبا يا نور عيني مرحبا جدل الحسيني مرحبا أغلى بسجلا يا رسول الله مرحبا يا خير داعي يا حبيب الله وآتاك العود يبكي وتذلل في يديك واستجارك يا حبيبي عندك الربي النفور مرحبا يا نور عيني مرحبا جد الحسين مرحبا أغنى وسجنا مرحبا يا خير الداعين ما شد المحامي وتنادوا للرحيل جئتهم الدمع سائل قلت ابني يا دليل وتحمل لي رسائل أيها الشوق الجزيل نحو بابك المنازل في العشايا والبكور مرحبا يا نور عيني مرحبا جد الحسين مرحبا أغنى وسجنا مرحبا يا خير الداع كل من في كوني هامو فيك يا باهي جبين وله فيك مرام واشتياق وحنين في معانيك الأنام قد تبدت حائرين أنت للرسل ختام أنت للمولى شكور مرحبا يا نور عيني مرحبا جد الحسين مرحبا أغنى وسجنا مرحبا يا خير الداع عبدك المسكين يرجو فضلك الجم الغفير فيك قد أحسنت ظني يا بشير يا نذير فأغثني وأجرني يا مجير من السعير يا عيادي يا ملاذي في ملمات الأمور مرحبا يا نور عيني مرحبا جد الحسين مرحبا أغنى وسجنا
رسول الله جاءك بإيد الكريم تجلى
منتقمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم يا نفسي لا تقنطي من زلة عظمت إن الكبائر بالغفران كالأمام لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم والطف بعبدك في الدارين إن له صبرا ما تدعو الأجوال ينهزم وأذن لي صحبي صلاة منك دائمة على النبي بمنحني ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم تابعين لهم أهل التقى والنقى والحلم والكرم مرنت أذبات البعير وصابا وأطلع العساد حسب النعم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم واغفر لنا ما مضى يا واسع الكرم واغفر لنا ما مضى يا واسع الكرم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أبدي يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني
وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحد يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحد വ്യസനമാൽ വീളിച്ചിടും ഞാൻ യാ നബി വ്യഥകളെല്ലാം തീർക്ക് യാ ഖൈറൻ നബി കൈപിടിക്കാനാരുമില്ല യാ അബി ഖുദ് ബിയദി യാ സയ്യിദി ഖൈറൻ നബി خذ بيدي يا سيدي خير النبي വ്യസനമാൽ വീളിച്ചിടും ഞാൻ യാ നബി വ്യഥകളെല്ലാം തീർക്ക് യാ ഖൈറൻ നബി തിന്മയിൽ മുങ്ങി കുളിച്ചോനാണു ഞാൻ നന്മതൻ സങ്കേതമേ കേഴുന്നു ഞാൻ തിന്മയിൽ മുങ്ങി കുളിച്ചോനാണു ഞാൻ നന്മതൻ സങ്കേതമേ കേഴുന്നു ഞാൻ പാപിയാമെൻ പാപമൊക്കെ നീക്കിടാൻ പാപമില്ല ജീവിതം ഇച്ചിടാൻ പാപമില്ല ജീവിതം ഇച്ചിടാൻ ഭാഗ്യമില്ല മൂത്ത് നബിയെ കണ്ടിടാൻ സ്വപ്നവും കനിഞ്ഞില്ല ഈ ദൗർഭാഗ്യവാൻ ഭാഗ്യമില്ലാത്ത നബിയെ കണ്ടിടാൻ സ്വപ്നവും കനിഞ്ഞില്ല ഈ ദൗർഭാഗ്യവാൻ മൺമറയും മുമ്പ് റൗള അണയുവാൻ കൺകുളിർക്കാൻ മോഹമുള്ളോ ഞാണു ഞാൻ കൺകുളിർക്കാൻ മോഹമുള്ളോ ഞാണു ഞാൻ മഹ്ശറയിൽ അന്ന് ഞാൻ വാലഞ്ഞിടും പേടിയാൽ ശഫാഅത്തിനായി ഞാൻ വരും മഹ്ശറയിൽ അന്ന് ഞാൻ വാലഞ്ഞിടും പേടിയാൽ ശഫാഅത്തിനായി ഞാൻ വരും പാപിയെ താടഞ്ഞിടല്ലേ രക്ഷകാ തടയുകിൽ ആരുണ്ടെനിക്ക് നായക തടയുകിൽ ആരുണ്ടെനിക്ക് നായക ദാഹമാൽ വലഞ്ഞൊരിക്കൽ ഞാൻ വരും സ്നേഹമേ കൗസറൊരിറ്റന്ന് തരൂ ദാഹമാൽ വലഞ്ഞൊരിക്കൽ
കൈപ്പിടല്ലേ സെയ്തി നിൻകരം തട്ടിയാൽ വിഫലമാണി ജീവിതം തട്ടിയാൽ വിഫലമാണി ജീവിത വ്യസനമായി വീഴിച്ചിടും ഞാൻ യാ നബി വ്യതകളെല്ലാം നബി കൈപിടിയാനാരുമില്ല യാ നബി ഖുദ് ബിയദി യാ സയ്യിദി ഖൈറൻ നബി ഖുദ് ബിയദി യാ സയ്യിദി ഖൈറൻ നബി ഖുദ് ബിയദി യാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഇതുവരെ ചൊല്ലിയതൊക്കെയും കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടവെക്കുന്ന ആശയങ്ങളിൽ അല്ലാഹു നമ്മയൊക്കെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പാട്ടുകാർ പലരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അഫ്സൽ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മറ്റു കൂട്ടുകാരൊക്കെയും ഇപ്പം എത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബിനെ സ്നേഹിക്കാൻ നമുക്കൊക്കെയും ഭാഗ്യം നൽകിയിട്ടുണ്ട്. നാമൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. ഈ നാട്ടിൽ നമ്മുടെ പ്രദേശത്തൊക്കെയും വഹാബികളും മൗദൂദികളും അങ്ങനെ തുടങ്ങി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദ്യപ്പെടുത്തുന്ന അപകീർത്തിപ്പെടുത്തുന്ന പലരും അതേസമയം അതിലൊന്നും പെട്ടുപോവാതെ ഹബീബിനെ വാനോളം പുകഴ്ത്തുകയും അവിടത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവിടത്തെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകിയിട്ടുണ്ട്. ഒന്നൊരു ചെറിയ ചരിത്രം സൂചിപ്പിക്കട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ജീവിതത്തിൽ സന്തോഷകരമായ ഒട്ടേറെ രംഗങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഹബീബിനെ അവഹേളിക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ദുനിയാവിൽ വെച്ചു തന്നെ അതിന്റെ ശിക്ഷയും ദുരനുഭവവും ലഭിച്ചിട്ടുമുണ്ട്. നാം ഒക്കെ മനസ്സിലാക്കിയ ചരിത്രമാണ് അബൂലഹബിന്റെ ചരിത്രം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെയധികം ആക്ഷേപിച്ച വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ അബൂലഹബിനെ കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തന്നെ പറയുകയുണ്ടായി, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. കാരണമൊക്കെ നിങ്ങൾക്കറിയാം. അല്ലാഹുവിന്റെ ഹബീബ് ജനങ്ങളെ കുന്നിനു മുകളിലേക്ക് വിളിച്ചു വരുത്തിയതും പ്രവാചകനാണ്, എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം തുറന്നു പറയുകയും മുഹമ്മദേ നിനക്കാണോ നാശമെന്ന് പറഞ്ഞ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചപ്പോൾ അതേ നാണയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ ഇവനെ ആക്ഷേപിക്കുകയാണ്, തിരിച്ചാക്ഷേപിക്കുന്നു. തബ്ബത് യദാ അബീ ലഹബ്, തബ്ബല്ലക യാ മുഹമ്മദ് എന്നാണ് അബൂലഹബ് പറഞ്ഞത്. അതേ വാക്കുപയോഗിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂലഹബിനെതിരെ തിരിയുന്നു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂലഹബേ നിനക്ക് തന്നെയാണ് നാശം. ഈ അബൂലഹബിന് ജീവിതത്തിൽ ഇനി എങ്ങനെയാണ് നാശം അനുഭവപ്പെട്ടത് എന്നുകൂടി ചിന്തിക്കൂ. അബൂലഹബിന് അനുഭവപ്പെട്ട നാശത്തിന്റെ എണ്ണം ഒന്ന് ആലോചിച്ചു നോക്കൂ. ബദർ യുദ്ധക്കളത്തിൽ അബൂലഹബും സംഘവും പരാജയപ്പെട്ടു. ഈ പരാജയത്തിന്റെ കൈപ്പുനീര് കുടിച്ചപ്പോൾ അബൂലഹബിന് പിന്നെ സഹിക്കാൻ കഴിയുന്നില്ല. ഒടുവിൽ
അബൂലഹബിന് ഒരു മാരകമായ രോഗം പിടിപെട്ടു. തന്റെ മനസ്സിനാകെ വേദന പിടിപെട്ടു. ഒരു പകർച്ചവ്യാധി പിടിപെട്ടു. അബൂലഹബ് ഒടുവിൽ വളരെ ദുഃഖിതനായി വീട്ടിൽ കഴിയുകയാണ്. തന്നെ ശുശ്രൂഷിക്കാനും പരിപാലിക്കാനും ആരുമില്ല. സർവരും കൈയൊഴിഞ്ഞിരിക്കുകയാണ്. കൂട്ടുകാർ, സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവരും കൈയൊഴിഞ്ഞു. ഈ അബൂലഹബ് വീട്ടിൽ നിന്ന് മരണപ്പെട്ടിട്ട് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് നാട്ടുകാർ അറിയുന്നത്. ദുർഗന്ധം വന്നപ്പോൾ നാട്ടുകാർ അന്വേഷിച്ചു, എന്താ അബൂലഹബിന്റെ ഭാഗത്ത് നിന്നൊരു ദുർഗന്ധം വഹിക്കുന്നു. കാരണം അന്വേഷിച്ചപ്പോഴാണ് അബൂലഹബ് ചത്ത് അതിൽ നിന്ന് പൊഴിവരിക്കുന്ന രംഗമാണ് ഇവർക്ക് കാണാൻ കഴിയുന്നത്. ഈ അബൂലഹബിനെ കുഴിച്ചിടാൻ വേണ്ടി ഈ കുടുംബക്കാരും നാട്ടുകാരും ആരും സന്നദ്ധരായില്ല. ഒടുവിൽ അബൂലഹബിനെ കുഴിച്ചിടാൻ നാമൊക്കെ നമ്മുടെ നാട്ടിൽ പല ജോലിക്കും മറ്റു പല നാട്ടുകളിലുള്ള ആളുകളെയും ആശ്രയിക്കുന്നത് പോലെ അബൂലഹബിനെ കുഴിച്ചിടാൻ സുഡാനികളായ 2 ആളുകളെ വാടകയ്ക്ക് വിളിച്ച് അവരാണിത് കുഴിച്ചിടുന്നത്. അത് കുഴിച്ചിടുന്ന രൂപം എങ്ങനെയാണ്? കൈകൊണ്ട് എടുത്തുകൊണ്ടുപോയി കുഴിച്ചിടുകയല്ല. വലിയ ഒരു കുഴി കുത്തിയിട്ട് ഒരു വലിയ കൊള്ളിയെടുത്ത് അബൂലഹബിന്റെ ജഡം ഈ കുഴിയിലേക്ക് തട്ടിയിടുന്ന, നീക്കിയിടുന്ന സ്വഭാവം. ഇതിനു മാത്രം ദുനിയാവിൽ വെച്ചു തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങ് നൽകി, കണക്കിനങ്ങ് നൽകി. ആധുനിക അബൂലഹബുമാരും ഇതേ രൂപത്തിൽ ദുനിയാവിൽ വെച്ചൊരു പക്ഷേ അനുഭവിക്കേണ്ടി വരും എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഈ അബൂലഹബിന്റെ സന്താനങ്ങൾക്കും ഈ ദുരനുഭവം അനുഭവപ്പെട്ടിട്ടുണ്ട്. വളരെ നീണ്ട ചരിത്രമാണ്, അതൊക്കെ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷേപിച്ചവർക്ക് ലഭിച്ച ഒരു ചെറിയ ദുരനുഭവം കൂടി പറയട്ടെ. മുഗൾ ഭരണാധികാരികളിൽപ്പെട്ട ഒരു മുസ്ലിമായ ആള് കുറെ കാലം ഇസ്ലാമികമായ കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് നീങ്ങിയിൽ മുസ്ലിമായി ജീവിക്കുകയും പിന്നീട് മതം മാറി ക്രിസ്തീയ മതത്തിലേക്ക് മാറുകയും ചെയ്തു. ഇദ്ദേഹം ക്രിസ്ത്യാനി ആയെന്ന് മാത്രമല്ല, ക്രിസ്ത്യാനി ആയെങ്കിൽ ആ രൂപത്തിൽ അങ്ങ് നടക്കട്ടെ എന്ന് വെച്ചാലും മതി, അങ്ങനെയല്ല ചെയ്തത്. ക്രിസ്ത്യാനി മതത്തിലേക്ക് മാറുകയും ഹബീബിനെ അതിരറ്റ് ആക്ഷേപിക്കുകയും തെറി വിളിക്കുകയും ചെയ്തു. അങ്ങനെ തന്റെ കൂട്ടുകാരും സുഹൃത്തുക്കളും മത പുരോഹിതരൊക്കെയുമുള്ള സമയത്ത് വെച്ച്, സദസ്സിൽ വെച്ച് ഇവൻ അല്ലാഹുവിന്റെ ഹബീബിനെ ആക്ഷേപിച്ചുകൊണ്ട് തെറി വിളിച്ചുകൊണ്ട് സംസാരിച്ചു. ഈ സമയം അവർ കെട്ടിയിട്ടിരുന്ന ഒരു നായ, വേട്ടനായ, അവിടെ നിന്നും ഓടി വന്ന് തന്റെ കെട്ടുകളെല്ലാം പൊട്ടിച്ച് ഓടി വന്ന് ഇവന്റെ കഴുത്തിന് കടിച്ചു. പിടുത്തം വിടുന്നില്ല. ഒടുവിൽ കൂട്ടുകാരൊക്കെ ഒന്ന് ബലമായി പിടിച്ചു മാറ്റി നായയെ വീണ്ടും കൊണ്ടുപോയി കെട്ടിയിട്ടു. ഈ സമയത്ത് കൂട്ടുകാര് പറഞ്ഞു, നീ മുഹമ്മദ് നബിയെ ആക്ഷേപിച്ചത് കൊണ്ടായിരിക്കാം നിനക്കിത് ലഭിച്ചത്, മുഹമ്മദ് നബിയെ തെറി പറഞ്ഞത് കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞപ്പോ ഇവൻ വീണത് വിദ്യയാക്കുകയാണ്. ഇവൻ പറയുന്നു, അതുകൊണ്ടൊന്നുമല്ല, അതേസമയം ഞാൻ എന്റെ കൈ കൊണ്ടൊന്നിങ്ങ വീശിയപ്പോൾ കാണുന്ന നായ കരുതി എന്നെ അടിക്കാനാണ് എന്ന് നായ തെറ്റിദ്ധരിച്ച് നായ എന്നെ ഒന്ന് കടിച്ചതാണ് എന്നല്ലാതെ ഒരിക്കലും മുഹമ്മദ് നബി ആക്ഷേപിച്ചതിന്റെ പേരിലല്ല. അത് വേണമെങ്കിൽ ഞാൻ ഇനിയും തുടരും എന്ന് പറയുകയും വീണ്ടും തൊരി പറയാനും ആക്ഷേപിക്കാനും തുടങ്ങുകയാണ്. ഈ സമയം ഈ നായ വീണ്ടും ഓടി വരുന്നു, വീണ്ടും തന്റെ കയറ് പൊട്ടിച്ച് ഓടി വരുന്നു. അങ്ങനെ അബൂലഹബ് ഈ മനുഷ്യന്റെ കഴുത്തിന് വീണ്ടും കടിക്കുകയാണ്. കടിച്ച് വലിച്ച് അവനെ അവിടെ വെച്ച് അറുതി വരുത്തുകയാണ്, കൊലപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരുപാട് ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിനെ ആക്ഷേപിച്ചതിന് അതേ സ്പോട്ടിൽ വെച്ച് ശിക്ഷ ലഭിച്ചവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരം ദുരനുഭവം നമുക്കൊന്നും വരുത്താതിരിക്കട്ടെ എന്ന് നമുക്കെയും എപ്പോഴും പ്രാർത്ഥിക്കുക. മാത്രമല്ല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരാദർശത്തോട്, ഒരു സുന്നത്തിന് പോലും നമ്മുടെ മനസ്സിൽ യാതൊരു തെറ്റിദ്ധാരണയും അതൊക്കെ അല്പം ഓവറല്ലേ എന്ന ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിൽ വന്നു പോകരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല രൂപത്തിൽ ജീവിക്കാൻ
ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടി ഓടി നടന്നവർ, ഇതിനു വേണ്ടി സഹകരിച്ചവർ, എല്ലാ നിലക്കും സഹകരിച്ച പലരുമുണ്ട്. ആരുടെയും പേര് പറയേണ്ടതില്ല, എല്ലാം അല്ലാഹു അറിയുന്നവനാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. റഹ്മാനെ, ഈ മഹത്തായ പരിപാടിയുമായി സഹകരിച്ച, ഇതിനു വേണ്ടി ഓടി നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും സർവ്വ കാര്യങ്ങളിലും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാൻ ഞങ്ങൾക്കും അവർക്കും ഒക്കെയും നീ ഭാഗ്യം നൽകണം റഹ്മാനെ. നാളെ ഹബീബിനെ നേരിൽ കാണാൻ ഞങ്ങൾക്കൊക്കെയും ഭാഗ്യം നൽകണം റഹ്മാനെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീനിന്റെ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്കൊക്കെയും നീ ഭാഗ്യം നൽകണം റഹ്മാനെ. നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങളുടെ യുവാക്കളെ നീ സ്വാലിഹീകളാക്കണം റഹ്മാനെ. ഞങ്ങളുടെ യുവതികളെ നീ സ്വാലിഹീകളാക്കണം റഹ്മാനെ. ഇസ്ലാമിക ശിആർ അനുസരിച്ച് ജീവിക്കാൻ മനസ്സുള്ളവരാക്കണം റഹ്മാനെ. ഇസ്ലാമിക ശിആർ അനുസരിച്ച് ജീവിക്കാൻ മനസ്സുള്ളവരാക്കണം റഹ്മാനെ. പാശ്ചാത്യൻ വേഷവിധാനവും അവരുടെ സംസ്കാരവും കൈയടിയാനുള്ള മനസ്സും തന്റെ ഇടവും നൽകണം റഹ്മാനെ. ഞങ്ങളുടെ സർവ്വ കാര്യങ്ങളിലും നീ തുണയാകണം റഹ്മാനെ. ഞങ്ങളെയൊക്കെ നീ ഉഖ്റവിയായ മുതഅല്ലിമീകൾ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഉഖ്റവിയായ അലിമീകൾ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളിലെ മുഴു പരീക്ഷകളിലും നീ വിജയം നൽകണം റഹ്മാനെ. ദുനിയാവിലെയും ആഖിറത്തിലെയും മുഴു പരീക്ഷകളിലും ഞങ്ങൾക്ക് നീ വിജയം നൽകണം റഹ്മാനെ. നീ വിജയം നൽകണം റഹ്മാനെ. ഹബീബിനെ അതിരറ്റ് സ്നേഹിക്കുന്ന ആശിഖീകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ആ ഹബീബിന്റെ ചാരത്തെത്താ ഞങ്ങൾക്കൊക്കെയും ഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങൾ പാടുന്നതും ഞങ്ങൾ പുകഴ്ത്തുന്നതും ഞങ്ങൾ ആ ഹബീബിനെ പ്രകീർത്തിക്കുന്നതുമൊക്കെ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ആ ഹബീബിനോടുള്ള ഇഷ്ക അധികരിക്കാൻ അതൊക്കെ വസീലയാക്കി മാർഗമാക്കി തരണം റഹ്മാനെ. ഹബീബിനെ നാളെ നേരിൽ കാണാൻ അതൊക്കെ ഞങ്ങൾക്ക് വഴിയാക്കി തരണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم. ഖസീദത്തുൽ ബുർദ ആലാപനം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി വേദിയിൽ സംസ്ഥാന സ്കൂൾ യുവജനോത്സവിലെയും SSF സാഹിത്യോത്സവിലെ സംസ്ഥാന തല മത്സരങ്ങളിലും വിജയിച്ച ഒട്ടനവധി കലാപ്രതിഭകളുടെ മാറ്റുരക്കുന്ന വിഷൽ റബി ആരംഭിക്കുകയാണ്. നിരവധി ബുറുദയുടെ വേദികളിലും സംസ്ഥാന സാഹിത്യോത്സവിലും തന്റെ പ്രതിപാദനത്വം തെളിയിച്ച അഫ്സൽ കണ്ണൂർ, അതുപോലെ മുജീബ് ആദാനാട്, മാസ്റ്റർ റൌഫ് വളപുരം, ഫയാസ് ചേളാരി തുടങ്ങിയ ഒട്ടനവധി പ്രതിഭകൾ ഈ വേദിയിൽ ഗാനം അവതരിപ്പിക്കും.
ആദ്യമാണ്. ഫാത്തിഹ എഴുതി നമുക്ക് തുടങ്ങാം. ഇലാ ഹദ്റത്തി ഹബീബിന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وإلى حضرات أهل الخير كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ആദ്യമായി അഫ്സൽ ഗാനം ആലപിക്കാനും അതിനായി ക്ഷണിക്കുന്നു. ഹലോ ഹലോ. അടുത്തതായി കാലത്തിന്റെ കനകശിലകളിൽ കലിയുടെ കമനീയ മുദ്രണങ്ങൾ ചാർത്തി പ്രമുഖ ഗായകൻ അഫ്സൽ നിങ്ങൾക്ക് മുമ്പിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇഷ്ക് പൂക്കും സ്നേഹസന്ധ്യ വിരുന്നു വന്നേ ഇഷ്ടമേറെ ചൊല്ലിടാം ഞാൻ ഹബീബിൽ പൊന്നേ മിസ്ക് വീശും മദീന മനസ്സിൽ വന്നേ മുസ്തഫ നബി തങ്ങളിൽ ഇശൽ പാടുന്നേ ഇഷ്ക് പൂക്കും സ്നേഹസന്ധ്യ വിരുന്നു വന്നേ ഇഷ്ടമേറെ ചൊല്ലിടാം ഞാൻ ഹബീബിൽ പൊന്നേ മിസ്ക് വീശും